കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ലെന്നാണ് വികാരം. മലപ്പുറത്ത് ചേരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ വിഷയം ചർച്ചയാകും. ശശി തരൂരിന്റെ സർക്കാർ അനുകൂല ലേഖനത്തിലും കടുത്ത അതൃപ്തിയാണ് ലീഗിന്. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പോകണമെന്ന് PMA സലാം പ്രതികരിച്ചു. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDFിലെ നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. അഷ്കർ അലി കരിമ്പാ നമുക്കൊപ്പം. അഷ്കർ അലി, കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അത് ലീഗ് യോഗത്തിലും ചർച്ചയാകാൻ പോകുന്നു. പ്രത്യേകിച്ചും ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം അടക്കം പാർട്ടി നയത്തോട് ചേർന്ന് പോകണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ദില്ലിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ലീഗ് യോഗത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ചയാവുക ഈ വിഷയങ്ങളടക്കമായിരിക്കില്ലേ? സുജിയ, വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അജണ്ടയാക്കിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗവും ഭാരവാഹി യോഗവുമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടക്കാൻ പോകുന്നത്. ഭാരവാഹി യോഗം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിൽ നേരത്തെ തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും രണ്ട് വിഭാഗങ്ങളായി ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. VD സതീശനും K സുധാകരനും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ പല നേതാക്കളും അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ശശി തരൂരിന്റെ വിവാദ ലേഖനവും പ്രസ്താവനകളും ആവർത്തിച്ച് തന്നെയുള്ള നിലപാടുകളും ഒക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസിനും UDFിനും തന്നെ ഒരുപോലെ തിരിച്ചടിയാവുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നത്. അതിന് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനെ സമീപിക്കാനും അതുപോലെ തന്നെ ഘടകകക്ഷികൾ ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കമൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ശശി തരൂരിന്റെ പ്രസ്താവന വരികയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പരസ്യ പ്രതികരണത്തിലേക്ക് ലീഗ് നേതാക്കൾ തയ്യാറാവുകയും ചെയ്തത്. ആ വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പോലും ഒരൈക്യവും കോൺഗ്രസിലില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതിന് പകരം പരസ്പരം തമ്മിലടിച്ച് UDFിനുള്ള ഉള്ള സാധ്യതകളടക്കം ഇല്ലാതാക്കാൻ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് തന്നെ ശ്രമിക്കുന്നു എന്നുള്ള വലിയ വിമർശനം ലീഗിനകത്തുണ്ട്. ആ വിമർശനങ്ങളടക്കം ഇന്നത്തെ പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. ഈ യോഗത്തിന് തൊട്ട് മുമ്പായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ പ്രതികരണത്തിലും അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. UDF ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് UDFിലെ തന്നെ നേതാക്കളും ഘടകകക്ഷികളും അതിന് തയ്യാറാകണമെന്നുള്ള ഒരു പ്രസ്താവനയാണ് PMA സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ന ഒരു വിമർശനത്തിലേക്ക് ലീഗ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.